നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് വൺ കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണോ? കാരണം ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള വിഷയങ്ങളൊന്നാണ് ഫിസിക്സിന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് എത്ര ചാപ്റ്ററുകൾ വരെ ചോദിക്കാം എന്നുള്ളതാണ് അതിട്ടേക്കുന്നത്. നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ ഒന്നും ഇട്ടിട്ടില്ല, എന്നാൽ ഏകദേശം എത്ര ചാപ്റ്ററുകൾ കാണാം. പല സ്കൂളുകളിലും ഓണപ്പരീക്ഷകൾ നടത്തിയിട്ടില്ല, കാരണം വൈകിയാണ് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങിയേക്കുന്നുണ്ട്. പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് തുടങ്ങിയേക്കുന്നുണ്ട്. പല സ്കൂളിലും യൂണിറ്റ് ടെസ്റ്റ് ആയിട്ടൊക്കെ പ്രധാനപ്പെട്ട ആദ്യത്തെ 4 ചാപ്റ്ററൊക്കെ വരെ പലയിടത്തും നടത്തിയിട്ടുണ്ട്. ലോസ് ഓഫ് മോഷനൊക്കെ വരെ പലയിടത്തും നടത്തിയിരിക്കുന്ന മോഷനെ പ്ലെയിൻ വരെയാണ്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററുകൾ ഇവിടെ മുതലാണ്. ലോസ് ഓഫ് മോഷൻ 4ാമത്തെ ചാപ്റ്ററാണ്. വർക്ക് എനർജി പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇത്രയും വരെ നിങ്ങൾ പഠിച്ചാൽ മതിയായിരിക്കും. ഇത്രയും വരെ പഠിക്കാൻ നന്നായിട്ടുണ്ട്. ഇതിനകത്തെല്ലാം വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. ലോസ് ഓഫ് മോഷൻ അടിപൊളി വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ പബ്ലിക് എക്സാമിന് വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററിൽ ഒന്നാണ്. ഗ്രാവിറ്റേഷന്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, വർക്ക് എനർജി പവർ. അതിനകത്ത് ചെറിയ ചാപ്റ്റർ എന്ന് പറയുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സേ ഉള്ളൂ. ഫ്ലൂയിഡ്സും അത്യാവശ്യം നല്ല ചാപ്റ്ററാണ്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിച്ചാലും അത്യാവശ്യം നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അന്നേരം പ്ലസ് വൺ കാര്യം വളരെ കാര്യമായിട്ട് എടുക്കുക. നിങ്ങളോട് ടീച്ചർമാരെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് പോലും ഇതായി കാണും. ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല നിങ്ങൾക്ക്, ഈ വട്ടം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പക്ഷേ വളരെ കാര്യമാണ് അവർ പറയുന്നത്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. അടുത്ത വട്ടം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന സംഭവം സെപ്റ്റംബറിൽ ഇല്ല, ഫൈനൽ മാർച്ചിലൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് മാർക്കൊന്നും മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. കാരണം നമുക്ക് പ്ലസ് ടു ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ആ ദിവസങ്ങളിൽ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല. അന്നേരം ഇത് നിങ്ങളുടെ ഫൈനൽ പരീക്ഷയാണെന്നുള്ള ധാരണയെ വേണം നിങ്ങൾ പഠിക്കാൻ. നല്ലതുപോലെ പഠിക്കണം. ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്താൽ മാർച്ച് 1-ാം തീയതി മുതൽ പരീക്ഷയാണ്. മാർച്ച് 1-ാം തീയതി മുതൽ ബാക്കി അങ്ങോട്ട് പരീക്ഷയാണ്. അന്നേരം അടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ ബാക്കിയുള്ള വിഷയങ്ങളിൽ എത്ര ചാപ്റ്ററുകൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ബാക്കിയുള്ള വിഷയങ്ങളുടെ അപ്ഡേറ്റ്സും ബാക്കിയുള്ള സബ്ജക്ട്സും നമ്മൾ കൃത്യമായിട്ട് ഇട്ട് തരുന്നതായിരിക്കും. എന്തായാലും പഠിക്കുക വളരെ സീരിയസ് ആയിട്ട്. Never ever give up.